തിരുവനന്തപുരം BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയെ തുടർന്ന് വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിനെതിരെ പുറത്തുവരുന്നത് നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ. സഹപാഠിയായ ആർച്ച ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അധ്യാപകന്റെ പൈശാചികമായ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിച്ചത്. നിതിൻ മരിച്ചു വീണ നിമിഷം പോലും പരിഹസിച്ച ഒരു അധ്യാപകന്റെ ക്രൂരതയാണ് വിദ്യാർത്ഥിനി പങ്കുവച്ചത്. നിതിൻ കെട്ടിടത്തിൽ നിന്നും വീണുവെന്നറിഞ്ഞ് ജീവൻ രക്ഷിക്കാനായി രക്തത്തിനായി നെട്ടോട്ടമോടിയ സഹപാഠികളെ നോക്കി ഡോക്ടർ MK റാം ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് ആർച്ച പറയുന്നത്. അവനൊരു വിഡ്ഢിയാണ്. വെറും സഹതാപം കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോമാളിത്തരങ്ങളാണ് ഇതൊക്കെ എന്നായിരുന്നു ചോര വാർന്നു കിടന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് ഇയാൾ പറഞ്ഞത്. ക്ലാസ് മുറികളിൽ നിതിനെ വ്യക്തിപരമായി ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചുറ്റുപാടിൽ നിന്ന് വരുന്ന നിതിനെ സ്ലം ഡോഗ് എന്നാണ് ഇയാൾ വിളിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ മാനസികമായ പീഡനം അതിന്റെ അങ്ങേയറ്റത്തെത്തിയിരുന്നു. നിതിന്റെ അമ്മയെപ്പോലും മോശമായ വാക്കുകൾ കൊണ്ട് അധ്യാപകൻ അധിക്ഷേപിച്ചിരുന്നതായി സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിലല്ല, മറിച്ചൊരു സൈക്കോയെ പോലെയാണ് ഡോക്ടർ MK റാം പെരുമാറിയിരുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ക്ലാസ്സിൽ ആദ്യമായി വന്ന ദിവസം മുതൽ മതപരമായ അധിക്ഷേപങ്ങളാണ് ഇയാൾ നടത്തിയിരുന്നത്. ഖുറാനെയും മുസ്ലിം കുട്ടികളെയും പ്രകോപനപരമായി അധിക്ഷേപിക്കുന്നത് ഇയാളുടെ രീതിയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പഠനത്തിൽ മിടുക്കനായിരുന്ന നിതിനെ തോൽപ്പിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആവശ്യമായ അറ്റൻഡൻസ് ഉണ്ടായിട്ടും അത് നൽകാതെ കുട്ടികളെ പരീക്ഷ എഴുതിക്കാതിരിക്കുക ഇയാളുടെ വിനോദമായിരുന്നു. താൻ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് ഇയാൾ പലപ്പോഴും ക്ലാസ്സിൽ വീമ്പ് പറഞ്ഞിരുന്നു. അധ്യാപകന്റെ ഇത്തരം ഭ്രാന്തൻ പ്രവർത്തികൾ കണ്ട് വിദ്യാർത്ഥികൾ ഭയന്ന് കഴിയുകയായിരുന്നു. ഭീഷണി ഭയന്നാണ് പലപ്പോഴും ഇയാൾക്കെതിരെ പരാതി നൽകാതിരുന്നത്. പരാതി നൽകിയാലും ഉന്നത തലങ്ങളിൽ സ്വാധീനമുള്ള ഡോക്ടർ MK റാമിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന സീനിയർ വിദ്യാർത്ഥികളുടെ അനുഭവം അവരെ പിന്നോട്ട് വലിപ്പിച്ചു. ഇത്രയും വലിയൊരു ചക്രവർത്തിയായാണ് ഇയാൾ ക്യാമ്പസിൽ വാണിരുന്നത് എന്ന് ആർച്ച വ്യക്തമാക്കുന്നു. നിതിൻ മാനസികമായി തകർന്നിരുന്നുവെന്ന് ആർച്ച ഓർക്കുന്നു. കോളേജിലേക്ക് ഇനി തിരിച്ചു വരാൻ എനിക്ക് വയ്യ, ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ് എന്ന് നിതിൻ പലപ്പോഴും പറഞ്ഞിരുന്നു. എന്നാൽ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ സീറ്റ് കളയരുത് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളാണ് അവനെ ആശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ അധ്യാപകന്റെ പീഡനം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തീർത്തും ധീരനും ബോൾഡുമായിരുന്ന നിതിനെ മരണത്തിലേക്ക് തള്ളിയിട്ടത് ഡോക്ടർ MK റാമിന്റെ വാക്കുകളാണ്. സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ അമ്മയെ വരെ പരസ്യമായി അധിക്ഷേപിക്കാൻ ഒരു അധ്യാപകൻ എങ്ങനെ കഴിയുന്നു എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ക്യാമ്പസുകളിലെ വംശീയവും വർഗീയവുമായ അധിക്ഷേപങ്ങളുടെ ഇരയായിരുന്നു നിതിൻ. നിതിന്റെ മരണശേഷം പോലും ഇയാൾക്ക് കുറ്റബോധമില്ലാത്തത് സഹപാഠികളെ പ്രകോപിക്കുന്നുണ്ട്. തങ്ങളുടെ ഒരു സഹോദരനെ കൊലപ്പെടുത്തിയ ഒരാളെ ഇനി അധ്യാപകനായി കാണാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചു പറയുന്നു. സമാധാനപരമായി പഠിക്കേണ്ട ഒരു ക്യാമ്പസിനെ ഇയാൾ കൊലക്കളമാക്കുകയായിരുന്നു. നിലവിൽ ഡോക്ടർ MK റാമിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യമായി വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സൈക്കോ അധ്യാപകരെ പുറത്താക്കുന്നതുവരെ സമരം തുടരാനാണ് സഹപാഠികളുടെ തീരുമാനം. ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത ഈ ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നാണ് കേരളക്കരയാകെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.